എറണാകുളം പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിൽ നടന്ന ശിരോവസ്ത്ര വിവാദത്തെക്കുറിച്ച് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് യൂണിഫോമുകളെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു. സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ചിലർ മനഃപൂർവ്വം ശ്രമിക്കുകയാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നു. നമ്മൾ ഈ വിഷയമാണ് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. ഇന്നലെ മുതൽ നമ്മൾ നിരന്തരം പലരും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശിരോവസ്ത്ര വിവാദം. ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു, ഇനി അതിങ്ങനെ കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി.കെ. ശിവൻകുട്ടി പറയുന്നത്. സ്കൂൾ മാനേജ്മെൻറ്റിനെ അദ്ദേഹം താക്കീത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്താണ് തോന്നുന്നത്? ഈ ഒരു വിവാദം പൊടുന്നനെ ഉണ്ടായി, പൊടുന്നനെ അങ്ങ് അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ട്? അതല്ല ഇതിനൊരു തുടർച്ചയുണ്ടാവും? എന്തിനാണ് ഈ വിവാദം ഉണ്ടാക്കിയതെന്നുള്ളതാണ് ബേസിക്കായിട്ട് ആദ്യം ആലോചിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ സ്കൂൾ യൂണിഫോം എന്നുള്ളതാണ് പ്രശ്നം. സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് ഈ ശിരോവസ്ത്രം ധരിക്കുന്ന, അല്ലെങ്കിൽ സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ശിരോവസ്ത്രം കൂടെയുള്ള സ്കൂളുകൾ കേരളത്തിൽ ധാരാളമുണ്ട്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട മാനേജ്മെൻറ്റ് മാത്രമല്ല, പല മാനേജ്മെൻറ്റുകളിലും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് ശിരോവസ്ത്രം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ശിരോവസ്ത്രം എന്ന് പറയുമ്പോൾ അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല, മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് ശിരോവസ്ത്രം ധരിക്കാൻ കഴിയുമെങ്കിൽ അതായിക്കോട്ടെ എന്ന് വെച്ചിരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എന്തിനാണ് ഈ വിവാദം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ സെൻറ് റീത്താസ് പള്ളുരുത്തി ഒരു പബ്ലിക് സ്കൂളാണ്, CBSE സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്കൂളാണ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വ്യവസ്ഥകളുടെയോ ഒന്നും ഭാഗമായി നിൽക്കുന്ന സ്കൂളല്ല. സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്നത്, ഇപ്പോൾ ഒരു അപേക്ഷ തന്നു കഴിഞ്ഞാൽ, ഞങ്ങളൊരു പബ്ലിക് സ്കൂൾ തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് അപേക്ഷ തന്നു കഴിഞ്ഞാൽ അവിടുത്തെ പശ്ചാത്തല സൗകര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു NOC കൊടുക്കാം എന്നുള്ള പണി മാത്രമേ സംസ്ഥാന സർക്കാരിനുള്ളൂ. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് അധികാരമൊന്നും അവിടെ ഇല്ല. അതിപ്പോൾ ഏത് സർക്കാർ ഭരിച്ചാലും പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. ആകെ NOC കൊടുക്കുക എന്നുള്ളൂ. വേണമെങ്കിൽ അടുത്ത വർഷം NOC റദ്ദ് ചെയ്യാം, അത് വേണം ചെയ്യാം. സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ലോക്കൽ ബോഡിക്കോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇത്ര മാത്രമേ അവിടെ അധികാരമുള്ളൂ. ഇവിടെയുള്ള പ്രശ്നം ഒരു അക്കാഡമിക് വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് അത്രയും ദിവസം ശിരോവസ്ത്രം നിർബന്ധമില്ല എന്ന്, അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിക്കാതിരുന്നൊരു കുട്ടി പിറ്റേ ദിവസം മുതൽ ഞങ്ങൾക്ക് ശിരോവസ്ത്രം ധരിക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. സ്കൂൾ മാനേജ്മെൻറ്റിന് അത് ഈ രക്ഷിതാവുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് എന്ത് കാരണത്താലാണ് നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് ഇത് ആവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കുകയും, അത് നിങ്ങൾ സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ശിരോവസ്ത്രം ധരിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ, സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒന്നുമില്ലേ എന്താ പറയുക, മേൽവസ്ത്രത്തിനൊരു കളറുണ്ടാവും, താഴെയുള്ള വസ്ത്രത്തിനൊരു കളറുണ്ടാവും. ഇങ്ങനെയൊക്കെയാണല്ലോ സ്കൂൾ യൂണിഫോം എല്ലായിടത്തും ഉള്ളത്. സ്കൂളിൻ്റെ യൂണിഫോം വ്യവസ്ഥകളിൽ ശിരോവസ്ത്രം പാടുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയുന്നൊന്നുമില്ല. അത് ഒരിടത്തും പറയാറില്ല. അത് സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമാക്കാണ് ചെയ്യുക. കാരണം ഇത് മനുഷ്യന്മാർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനിൽ തീരാവുന്നൊരു കാര്യമേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ ഇതെന്തുകൊണ്ട് പെട്ടെന്ന് ഇത് ആവശ്യപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ രക്ഷിതാവിനെ സംബന്ധിച്ച് തൻ്റെ കുട്ടി വലുതാവുകയാണ് എന്ന ബോധ്യം വരുന്ന ഒരു സമയത്തൊക്കെ ചിലപ്പോൾ അയാൾ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ ആ രക്ഷിതാവ് കൂടുതൽ കൺസേൺഡ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് അയാളുടെ ജീവിത സാഹചര്യം, അയാളുടെ എന്താ പറയുക, സോഷ്യൽ സാമൂഹ്യ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, വിശ്വാസം, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിലായിരിക്കും അയാൾ വിചാരിച്ചിട്ടുണ്ടാവുക നാളെ മുതൽ, അല്ലെങ്കിൽ ഇനി ശിരോവസ്ത്രം ധരിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ അത് പരിഹരിക്കാവുന്നതേ ഉണ്ടാവുന്നുള്ളൂ സ്കൂൾ മാനേജ്മെൻറ്റിന്. സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയോ കാലങ്ങളായിട്ട് കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അവരുടെ ബിഹേവിയർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനേക്കാൾ ഗുരുതരമായതോ അല്ലാത്തതോ ആയ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് നേരിട്ടിട്ടുള്ളതും പരിഹരിച്ചിട്ടുള്ളതും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. നിലവിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ പല സ്കൂളുകളിലും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് ശിരോവസ്ത്രം ധരിക്കുന്നത്. നമ്മൾ ഈ ഹിജാബ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഇതാണ്. ഇപ്പോൾ ഹിജാബ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ധരിക്കുക എന്താ, മുഖം മൊത്തം മൂടി അല്ലെങ്കിൽ കണ്ണ് മാത്രം കാണാവുന്ന വിധത്തിലുള്ള ശിരോവസ്ത്രം ധരിച്ചു വരുന്ന കുട്ടികൾ എന്നൊക്കെയാണ് ധരിക്കുക. അപ്പോൾ ഇതിന് ഈ പേര് കൊടുക്കുന്നതിൽ തന്നെ ഈ പ്രശ്നമുണ്ട്. ശിരോവസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കന്യാസ്ത്രീ ധരിക്കുന്ന ശിരോവസ്ത്രം പോലെയും, അല്ലെങ്കിൽ ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ചില സമയത്തെങ്കിലും സ്കൂളുകളിൽ വരുമ്പോൾ ധരിക്കുന്ന ശിരോവസ്ത്രം പോലെയും ഒക്കെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിന് പകരം നമ്മൾ ഹിജാബ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തെ മാത്രം പ്രതിക്കൂട്ടിലാകാൻ പാകത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് ഇത് ആദ്യഘട്ടത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നൊരു പ്രശ്നമേ ഉണ്ടായിരുന്നു. അതിനെ ഊതി വലുതാക്കുകയാണ് ചെയ്തത്. ഈ വലുതാക്കിയതിൻ്റെ കാരണം എന്ത് എന്ന് നമുക്കിപ്പോൾ അറിയില്ല, അല്ലെങ്കിൽ അത്
ഈ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ട് പറ്റിപ്പോയ അബദ്ധമാണോ, അതോ ഇല്ല ഈ സ്കൂളിൽ ഇത് നടക്കില്ല എന്നുള്ള മട്ടിൽ ഉള്ളൊരു തീരുമാനമാണോ എന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ആലോചിക്കാൻ വേണ്ട. പക്ഷേ ഇത് എളുപ്പത്തിൽ പരിഹരിക്കാവുന്നൊരു പ്രശ്നം. നമ്മൾ ഈ പുണ്യക്കുത്തി വ്രണമാക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഏതാണ്ട് ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിനകത്ത് പുറമേ ഉള്ള കക്ഷികൾ വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇഷ്യൂ ഏതാണ്ട് സെറ്റിൽ ചെയ്ത് രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ധാരണയായതിൻ്റെ തൊട്ട് പുറകെയാണ് ഈ സ്കൂൾ അധികൃതർ. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതെന്ന് വെച്ചാൽ, വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന ആദ്യം നമ്മൾ എടുക്കേണ്ടത്, വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറയുന്നത് സ്കൂളിലൊരു യൂണിഫോം ഉണ്ടെങ്കിൽ അതെല്ലാവരും പാലിച്ചു പോകണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറയുന്നത്. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്, ആരെങ്കിലും ഇനിയിപ്പോൾ ഹിജാബോ അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ആ കുട്ടിയെ പുറത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലനിൽക്കുന്നൊരു രാജ്യമാണിത്. 14 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഉറപ്പ് നൽകി പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിട്ടുള്ളൊരു രാജ്യം അത്. അതിനെക്കുറിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അവിടെ നിങ്ങളൊരു കുട്ടിയെ പുറത്താക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞാൽ അത് രാജ്യത്തെ നിയമമാണ്. അതിനെക്കുറിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി. ഉടനെ എല്ലാവരും കൂടെ പോയിട്ട് വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് ഈ സ്കൂൾ അധികൃതരുടെ പ്രതികരണമൊക്കെ എടുത്ത് പിന്നെയും വലുതാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്തുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ എവിഡൻ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആ രാഷ്ട്രീയത്തിനൊരു ലക്ഷ്യമുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അത് സ്കൂൾ അധികൃതരാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ സ്കൂൾ അധികൃതർ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, സ്കൂൾ അധികൃതരുടെ ആർഗ്യുമെൻ്റ് എന്താ? ഇന്നലെ വരെ ശിരോവസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധിക്കാതിരുന്നൊരു കുട്ടി ഇന്ന് അത് ധരിക്കണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ ആർഗ്യുമെൻറ്റ്. ഇതേ ആർഗ്യുമെൻറ്റ് നമ്മൾ ഒരു BJP ഭരിക്കുന്ന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിലൂടെ കേരളത്തിന് പുറത്ത് കണ്ടു നോക്കുക. ഇതുവരെ പ്രേക്ഷിത പ്രവർത്തനം ഒന്നും നടത്താതിരുന്നൊരു പ്രദേശത്ത് ഇന്നലെ മുതൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തി തുടങ്ങി. അത് ഞങ്ങൾക്ക് അനുവദിക്കാൻ പറ്റില്ല എന്ന് ഛത്തീസ്ഗഡിലോ കർണാടകത്തിലോ അല്ലെങ്കിൽ ജാർഖണ്ഡിലോ ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ ഹരിയാനയിലോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ക്രിസ്തീയ സഭകളുടെ പ്രതികരണം? ഇന്നലെ വരെ നടന്നില്ല എന്നുകൊണ്ട് ഇന്ന് നടന്നുകൂടാ എന്നില്ലല്ലോ. ഇന്നലെ വരെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിരുന്നില്ല ഇവിടെ. ഇന്നലെ വരെ ഇങ്ങനൊരു കോൺഗ്രിഗേഷൻ ഇവിടെ പ്രവർത്തിച്ചിരുന്നില്ല. ഇന്നു മുതൽ അവർ പ്രവർത്തിക്കുന്നു. അവരുടെ ഉദ്ദേശം വേറെയാണ് എന്ന് BJP ഭരിക്കുന്ന ഒരു ഭരണകൂടമോ സംഘപരിവാറിൻ്റെ ഏതെങ്കിലും എലിമെൻസോ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന പിതാക്കന്മാരോ ബിഷപ്പുമാരോ ഈ സെൻറ്റ് റീത്താസ് എന്ന് പറയുന്ന സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിലിരിക്കുന്ന അവരുടെ മാനേജ്മെൻറ്റ് ബോഡി പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 6 പേരുകളിൽ 5 പേരുകാരും കന്യാസ്ത്രീകളാണ്. അവരംഗീകരിക്കും? ഇല്ലല്ലോ. ഇതേ ഉള്ളൂ പ്രശ്നം. ഇത് മനസ്സിലാക്കുക എന്നുള്ളത് അവർക്കാണ് ആദ്യം മനസ്സിലാവേണ്ടത്. നമ്മൾ ഏത് സൊസൈറ്റിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഏത് വിധത്തിലാണ് വിവിധ വിഭാഗങ്ങളുമായിട്ട് കൊടുക്കൽ വാങ്ങൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ വേറൊരു വിഭാഗത്തെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് അവരുടെ വിശ്വാസത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, അവരുടെ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് അവരെ ജീവിക്കാൻ അനുവദിക്കുന്നത് പോലെ തന്നെയാണ് എൻ്റെ കാര്യവും എന്ന് സെൻറ്റ് റീത്താസിലെ കന്യാസ്ത്രീകൾ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിലേക്കാണ് വന്നത്. ഇപ്പോൾ അവിടുത്തെ അധ്യാപകരായിട്ടുള്ളവർ അവർ ഇങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ പോലും അതിലും ശിരോവസ്ത്രം അണിഞ്ഞ കന്യാസ്ത്രീകളായ അധ്യാപകർ അതിലുണ്ട്. അപ്പം നമ്മളിപ്പോൾ അവസാനം പറഞ്ഞു വെച്ച ആ പരസ്പരം മനസ്സിലാക്കലുകൾ, ആ ഒരു എലമെൻ്റ് അധ്യാപകരിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരു കാഴ്ച. അത് സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂൾ ആയതുകൊണ്ടാണെങ്കിലും ഇനി പിന്നെ സമുദായ സംഘടനകൾ നടത്തുന്ന ഏത് സ്കൂളുകളാണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇടയിൽ അത് ഇത്രയും എവിഡൻ്റ് ആയിട്ടുണ്ട് എന്നൊരു ചിത്രം കൂടി നമുക്ക് ഈ വിവാദം കാണിച്ചു തരുന്നില്ലേ? അതുണ്ട്. ഇപ്പോൾ അധ്യാപകരെ സംബന്ധിച്ച് അധ്യാപകർക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ളൊരു യൂണിഫോം ഒന്നുമില്ല. മുൻകാലത്ത് ശിവൻകുട്ടി അതാണ് ആദ്യം ചോദിച്ചത്, അധ്യാപകർക്കില്ലാത്ത യൂണിഫോം എന്തിനാണ് കുട്ടികൾക്കുള്ളത്? അത് ശരിയാണ്. ഇപ്പോൾ യൂണിഫോം കുട്ടികൾക്ക് നിർബന്ധം. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചു തുടങ്ങുന്ന കാലത്ത് ഞാനൊരു 5ാം ക്ലാസ് മുതൽ ഒരു പള്ളി സ്കൂളിലാണ് പഠിച്ചത്. പള്ളി സ്കൂൾ എന്നാണ് അന്ന് പറയാം. ഇന്ന് പറയുന്നത് മാനക്കേടാവുമെന്ന് എനിക്കറിയില്ല. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കീഴിലുള്ള സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അന്ന് അവിടെ സ്കൈ ബ്ലൂ നേവി ബ്ലൂ ആയിരുന്നു യൂണിഫോം. അതായത് സ്കൈ ബ്ലൂ ഷർട്ടും നേവി ബ്ലൂ നിക്കറും ഇതായിരുന്നു യൂണിഫോം. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം ഈ യൂണിഫോം ഇല്ലാതെ വന്നതിന് എന്നെ ക്ലാസ്സിന് പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഏത് കാലത്താണെന്ന് ആലോചിച്ചോണം. 1980കളുടെ കാര്യമാണ് ഞാനിപ്പോൾ. അന്ന് യൂണിഫോം ഇല്ലാത്തതിന് പുറത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പുറത്ത് നിർത്തിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, ഒരു സംശയവും എനിക്ക് കാര്യത്തിലില്ല. അത് സെൻറ്റ് റീത്താസുകാരെ എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല.
അവിടുത്തെ കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ, അധ്യാപകരോട് ചോദിക്കണ്ടല്ലോ, അവിടുത്തെ കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ. ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥൻ പോയി പരിശോധന നടത്തിയിട്ടാണല്ലോ ഇത് പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നം അവിടെയുണ്ട്. അധ്യാപകർക്ക് തൽക്കാലം യൂണിഫോം ഇല്ല എന്നുള്ളതുകൊണ്ട് കന്യാസ്ത്രീകളായ അധ്യാപകർക്ക് അവരുടെ വേഷത്തിൽ വരാം, ഒരു പ്രയാസമില്ല. അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് ഇതര മതസ്ഥരായ വിദ്യാർത്ഥികളൊന്നും ഈ ശിരോവസ്ത്രമണിഞ്ഞ ആളുകൾ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ആരും പരാതി പറഞ്ഞിട്ട് ഇതേവരെ ചരിത്രത്തിൽ എവിടെയും കേട്ടിട്ടില്ല. കാരണം വെച്ചാൽ അവരത് ഉൾക്കൊണ്ടിട്ട്, കുട്ടികളാണെങ്കിൽ പോലും അവരത് ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ഇത് തിരിച്ചു ഉൾക്കൊള്ളാൻ അധ്യാപകർക്ക് കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിന് കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വിദ്യാഭ്യാസ നിലവാരവും അവരുടെ ഒരു മനസ്സിൻ്റെ വലിപ്പവും ഒക്കെ അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൽ അവർ പരിതപിക്കുകയാണ് സത്യത്തിൽ വേണ്ടത്, സ്വയം പരിതപിക്കുകയാണ് ഈ പറയുന്ന ആളുകൾ ചെയ്യേണ്ടത്. അതിന് കഴിയാതെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റുക എന്നുള്ളതാണ് പിന്നെ സംഭവിക്കുക. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ സ്കൂളിൽ അത് പറയുന്നതിനൊരു പരിസരവും കൂടിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തീയ വിഭാഗത്തിനുള്ളിൽ ഒരു മുസ്ലിം വിരുദ്ധ മനോഭാവം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മൈനോറിറ്റി വിഭാഗങ്ങളിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിയും മുസ്ലിം മൈനോറിറ്റിയും അത്യാവശ്യം ജനസംഖ്യാനുപാതികമായിട്ട് അത്ര അടുപ്പത്തിലല്ലെങ്കിൽ പോലും സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളം. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിൽ ഈ മുസ്ലിം വിരുദ്ധത വളർത്തിയെടുക്കാനുള്ള ശ്രമം വലിയ തോതിൽ, കാസ പോലെ സംഘടനകളൊക്കെ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പ്രചരണങ്ങളിലൊക്കെ ഈ പറയുന്ന സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന, അല്ലെങ്കിൽ സ്കൂളിൻ്റെ തലപ്പത്തിരിക്കുന്ന ദൈവത്തിങ്കൽ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഈ ആളുകൾ പെട്ടുപോയിട്ടുണ്ടാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കൂടെ പ്രതിഫലനമാണ് ഇത്. അപ്പോൾ അവരോട് ഒരു പക്ഷേ ഈ പറയുന്ന സ്കൂൾ മാനേജ്മെൻറ്റിലെ ആളുകളോട്, കർണാടകത്തിൽ കണ്ടില്ലേ, അവിടുത്തെ സർക്കാർ നിരോധിച്ചിട്ട് പോലും നടക്കുന്നില്ല. അപ്പോൾ നമ്മളിതിപ്പോൾ ഒരാളിൽ കണ്ടു കഴിഞ്ഞാൽ നാളെ ഇതെല്ലാവരും തുടങ്ങും, നമുക്കിത് ഇമാതിരി ആയിരിക്കും പ്രചരണം ഉണ്ടായിട്ടുണ്ടാവും. ഈ പറയുന്ന വിഡ്ഢിത്തങ്ങളിലും വ്യാജ പ്രചരണങ്ങളിലും ഈ പറയുന്ന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം വിദ്യാഭ്യാസ, സാമൂഹ്യ, മാനവികമായ അറിവുകളെക്കുറിച്ച് ഈ മനുഷ്യർ കുറച്ചും കൂടെ ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണിത് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ അവകാശ നിയമമുണ്ട്, മതസ്വാതന്ത്ര്യ നിയമമുണ്ട്. ഇപ്പോൾ യൂണിഫോം എന്ന് പറയുന്നത് സ്കൂളുകളിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലുണ്ട്, പട്ടാളത്തിലുണ്ട്, ഫുട്ബോൾ കളിക്കുമ്പോൾ ഗ്രൗണ്ടിൽ വരെയുണ്ട്. പക്ഷേ അവിടങ്ങളിലൊക്കെ അതായത് മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. പട്ടാളത്തിലും തന്നെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂൾ യൂണിഫോമുകളിൽ മതചിഹ്നങ്ങൾ, ചിലരൊക്കെ യൂണിഫോമിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ അവകാശ നിയമവും മതസ്വാതന്ത്ര്യ നിയമവും എവിടെയും ഇങ്ങനെ അടികൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇന്നലെ ശിവൻകുട്ടി ഈ മന്ത്രി ഇങ്ങനെ പറഞ്ഞതിന് ശേഷവും മന്ത്രി നിയമവിരുദ്ധമാണ് സംസാരിച്ചത് എന്നുള്ള രൂപത്തിലൊക്കെ മാനേജ്മെൻറ്റ് വീണ്ടും എതിർത്ത് സംസാരിക്കുക, ഇതിനെ തുടർന്ന് മന്ത്രി മാനേജ്മെൻറ്റിനെതിരെ കോപിക്കുക, ഇങ്ങനെ ഒരു സിറ്റുവേഷനാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് എന്തോ ഒരു വാശിയുള്ളതുപോലെ ഇങ്ങനെ തോന്നുകയാണ്. അതായത് ഇങ്ങനെ കത്തിച്ച് നിർത്തണം എന്ന് എന്തോ ഒരു വാശിയുള്ളതുപോലെ ഇങ്ങനെ തോന്നുന്നു. അതിൻ്റെ ഒരു ട്രിഗർ മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രിക്ക് ഇതേ പറയാൻ പറ്റുള്ളൂ. അതായത് മന്ത്രി പറഞ്ഞത് രണ്ടും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം. ഒന്നൊരു സ്കൂളിൽ ഒരു യൂണിഫോം കോഡ് നേരത്തെ നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചു പോകാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു സ്കൂൾ ജോയിൻ ചെയ്യുമ്പോൾ ഇതാണ് ഇവിടുത്തെ യൂണിഫോം എന്ന് അവർ നിഷ്കർഷിക്കുന്നു, അത് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മളവിടെ ജോയിൻ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങളത് പാലിച്ചു പോകണം എന്നേ മന്ത്രിക്ക് പറയാൻ പറ്റുള്ളൂ. അതോടൊപ്പം മന്ത്രിക്ക് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇത് വിദ്യാഭ്യാസ അവകാശം നിർബന്ധമാക്കിയ, അല്ലെങ്കിൽ നിയമപ്രകാരം 14 വയസ്സ് വരെ സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഉറപ്പാക്കിയ രാജ്യമാണിത്. നിങ്ങളുടെ ഇത്ര കിലോമീറ്റർ ചുറ്റുള്ള ഒരു സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ തരണം എന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്കൊരു കുട്ടിയെ യൂണിഫോം ഇല്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ യൂണിഫോം പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തു നിർത്താനോ പുറത്താക്കാനോ പറ്റില്ല എന്ന് മന്ത്രി പറയുന്നതും വസ്തുതയാണ്. അപ്പോൾ ഇത് നിയമപരമായ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ ഇതിനെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെതിരെ മന്ത്രി സംസാരിക്കുന്നു എന്ന മട്ടിലേക്ക് ആക്കി തീർക്കാൻ, ആദ്യഘട്ടത്തിൽ അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് അനുകൂലമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്. അതിനുശേഷം
യൂണിഫോം ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കണം. അതേസമയം തന്നെ ഏതെങ്കിലും ഒരു കുട്ടി അത് ലംഘിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ പുറത്താക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെതിരാണ് എന്നുള്ള മട്ടിൽ വ്യാഖ്യാനിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ മാനേജ്മെൻറ്റിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയഗാനം ആലപിക്കേണ്ടതില്ല, യഹോവ സാക്ഷികളുടെ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ദേശീയഗാനം ആലപിക്കാതിരുന്നാൽ അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച രാജ്യമാണിത്. അത് ഈ കൊല്ലത്തൊന്നുമില്ല, 1985 കാര്യമാണ് ഈ പറയുന്നത്. യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫാമിലിയിലെ 3 കുട്ടികൾ കിടങ്ങൂരിലെ നാടാർ മഹാജന എന്ന് പറയുന്ന ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്നു. അവിടെ ഇവർ ദേശീയഗാനം പാടുമ്പോൾ എണീറ്റ് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ, നിശബ്ദരായിട്ട് പാടുന്നില്ല. അതുകൊണ്ട് ഇവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് കേസ് നടന്നു, ദീർഘകാലം കേസ് നടന്നു. അവസാനം സുപ്രീം കോടതി പറഞ്ഞു ദേശീയഗാനം ആലപിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. ദേശീയഗാനം ആലപിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലപിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടെ ആലപിച്ചോളണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ മാത്രം ഇവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച രാജ്യമാണിത്. ഏത് ദേശീയഗാനത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്, ഹെഡ് സ്കാർഫിൻ്റെ കാര്യമല്ല പറയുന്നത്. ദേശീയഗാനം പോലും ഒരു സ്കൂളിൽ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചൊല്ലിയില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പുറത്താക്കാൻ പറ്റില്ല നിലവിൽ രാജ്യത്ത്. അങ്ങനത്തെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ സ്കാർഫ് ധരിച്ചു അല്ലെങ്കിൽ ചിരവസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളെ പുറത്താക്കാനോ സ്കൂൾ ക്ലാസ്സിന് പുറത്ത് നിർത്താനോ ഇവർ ശ്രമിക്കുന്നത്. അത് നിയമവിരുദ്ധമാണെന്നൊരു വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയേണ്ടി വരില്ലേ? അതാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, ഇതിന്ന് അദ്ദേഹം പറഞ്ഞില്ല എങ്കിൽ നാളെ ഇതേപോലെ പല സ്കൂളുകളിലും ഇത് ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ രാജ്യം ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന് ഒരു ഇക്കാര്യത്തിൽ ഒരു പോളിസി ഇല്ല എന്നല്ലേ വരിക. ഇതിപ്പോൾ കഴിഞ്ഞ കർണാടകത്തിൽ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ സർക്കാർ തന്നെയാണ് ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ നിലപാടെടുത്ത്. അന്ന് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും നിലപാടെന്തായിരുന്നു? ബാംഗ്ലൂർ അതിരൂപതയുടെ നിലപാടെന്തായിരുന്നു? ഇപ്പോൾ ഈ സെൻട്രൽ താസിലെ കുട്ടികൾ കന്യാസ്ത്രീകൾ പോയിട്ട് അന്ന് കത്തോലിക്ക സഭയുടെ ബാംഗ്ലൂർ അതിരൂപത എന്ത് നിലപാടാണ് എടുത്തതെന്ന് വായിച്ചു നോക്കട്ടെ. ബാംഗ്ലൂർ അതിരൂപത പറഞ്ഞത് ആ കുട്ടികൾക്ക് ശിരോവസ്ത്രം ധരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരാനുള്ള അവകാശമുണ്ട്, അത് നിഷേധിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന നിലപാടെടുത്താണ് ബാംഗ്ലൂർ അതിരൂപത. അത് വായിച്ചു നോക്കട്ടെ ഈ പ്രസ്ഥാനം. അപ്പോൾ ഇതാണ് സ്റ്റാറ്റസ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റാറ്റസ്, ഇങ്ങനത്തെ ഒരു നിലപാട് നമ്മൾ ഈ കാലത്ത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകപക്ഷീയമായി രാജ്യത്തെ ബഹുസ്വരത ഇല്ലാതാക്കാൻ പാകത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടവും ആ ഭരണകൂടത്തെ പ്രൊപ്പൽ ചെയ്യുന്ന RSSഉം ശക്തമായി ഇവിടെ നിൽക്കുമ്പോൾ ഇത്തരം സംഗതികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്, വിശ്വാസപരമായ ചില സംഗതികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്, അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം പ്രശ്നമല്ല. അതും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സെൻട്രൽ താസിലെ ശിരോവസ്ത്രധാരികളായ അധ്യാപികമാരുടെയും മാനേജ്മെൻറ്റ് അംഗങ്ങളുടെയും പ്രിൻസിപ്പലിൻ്റെയും ഹെഡ് മാസ്റ്ററുടെയും ഒക്കെ പ്രശ്നം. അത് അവർക്ക് ഇപ്പോൾ മനസ്സിലാവും എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഒരു ഭംഗിയാണല്ലോ അത്. അതായത് എല്ലാ മതങ്ങളെയും അംഗീകരിച്ചു കൊണ്ടുള്ള മതേതരത്വമാണ്. സ്വാഭാവികമായും മതചിഹ്നങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭംഗി ഇന്നലെ ഈ പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത് അവിടെ സമവായത്തിന് പോയ പെട്ടെന്ന് തന്നെ രക്ഷിതാക്കളെയും മാനേജ്മെൻറ്റിനെയും കൂടിയിരുത്തി ഹൈബീഡൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ DCC സെക്രട്ടറിയോ ആരോ കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു, അവരുടെ നേതൃത്വത്തിൽ സമവായം ഉണ്ടാക്കുകയും പെട്ടെന്ന് തന്നെ സമവായമായി വിദ്യാർത്ഥിയെ സ്കൂളിൽ പറഞ്ഞയക്കാൻ തീരുമാനമായി എന്ന രൂപത്തിൽ അറിയിക്കുകയും ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു സാമുദായിക സംഘർഷത്തിലേക്ക് നയിക്കാൻ എത്ര പൊട്ടൻഷ്യലുള്ളൊരു വിഷയമായി ഇത് മാറാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് സമവായമാക്കണം എന്ന രൂപത്തിൽ. ആ ഒരു ഇടപെടലിനെ എങ്ങനെ കാണും? അത് ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ചെയ്യാവുന്നൊരു കാര്യം അവർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിനകത്തുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതായത് ഒരു സമുദായങ്ങൾക്കിടയിൽ വൈരമുണ്ടാകാൻ പാകത്തുള്ളൊരു പ്രശ്നമായി വളരാനിടയുള്ളൊരു ഇഷ്യൂ എന്ന്, അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല ഇത് എന്ന് ഈ മനുഷ്യന്മാരെല്ലാവരും മനസ്സിലാക്കണം. ഒരു ഫാമിലിക്ക് അവരുടെ കുട്ടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ആ കുട്ടിക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ചില കൺസേൺസ് ഉണ്ടാവും. ആ കൺസേൺസ് ചിലപ്പോൾ അവരുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാവും. അതൊക്കെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം. അത് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. അല്ലാതെ ഒരു കുട്ടി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ ചെന്നു എന്നുള്ളത്
എന്താ പറയുക, രാജ്യത്തെ മൊത്തത്തിൽ വലിയൊരു പ്രശ്നമാകാൻ പാകത്തിലുള്ളൊരു സബ്ജക്റ്റായിരുന്നു എന്നുള്ള മട്ടിലൊക്കെ കാണുന്നത് തന്നെ ഒരു പ്രശ്നമാണ്. അങ്ങനെ കാണുകയല്ല അത് വേണ്ടത്. എനിക്ക് അതിനോട് വിയോജിപ്പുണ്ടാവും. അപ്പോൾ കുട്ടികൾ ശിരോവസ്ത്രം ധരിച്ച് വരുന്ന കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ടാവും. അങ്ങനെ വരേണ്ടതില്ല എന്നുള്ളതായിരിക്കും എൻ്റെ നിലപാട്. പക്ഷേ അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ അവരെ കൂടെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ജനാധിപത്യം. ആ ജനാധിപത്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. അതാണ് ആ ജനാധിപത്യ വ്യവസ്ഥയുടെ കീഴിലാണ് ഈ സെൻറ്റ് റീത്താസും പ്രവർത്തിക്കുന്നത്. ആ ജനാധിപത്യ വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ് സെൻറ്റ് റീത്താസ് പ്രവർത്തിക്കുന്നത്. ആ ജനാധിപത്യ വ്യവസ്ഥ ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെൻറ്റ് റീത്താസിന് ഒരുപക്ഷെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അങ്ങനൊരു ഡയറക്ഷനിലാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. അത് ഒരു കുറച്ചുകൂടെ വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ആ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ മനസ്സിലാക്കാതെ തൽക്കാലത്തേക്കുള്ള രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് ചില ഇടപെടലുകളാണോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നിൽ ഈ കൃസംഖികൾ എന്ന് പറയുന്ന കാസ പോലെയുള്ള ആളുകളുടെ സ്വാധീനമുണ്ടോ? ഇതൊക്കെ വിലയിരുത്തപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർണാടകത്തിലെ ഹിജാബ് വിഷയം വന്നപ്പോൾ അവിടെയും ഹിജാബ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. അത് ചിരോവസ്ത്രമായിരുന്നു. ഹിജാബ് വിഷയം വന്നപ്പോൾ എന്താണ് കത്തോലിക്ക സഭയുടെ ബാംഗ്ലൂർ അതിരൂപത പ്രസ്താവന ഇറക്കിയത്? അതിനുശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബാംഗ്ലൂർ അതിരൂപത ഏത് വിധത്തിലാണ് ഈ വിഷയത്തെ ചൂണ്ടിക്കാണിച്ചത്? രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ ഇല്ലാതാക്കാൻ പാകത്തിൽ ഒരു സർക്കാർ പ്രവർത്തിച്ചാൽ അതിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് കത്തോലിക്ക സഭയുടെ ബാംഗ്ലൂർ അതിരൂപത വളരെ ഒരു തരത്തിലുള്ള സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ അവർ ആ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ സെൻറ്റ് റീത്താസുകാർക്കുള്ളൂ. തികച്ചും ദൗർഭാഗ്യകരമായാണ് എറണാകുളം പള്ളുരുത്തി സെൻറ്റ് റീത്താസ് സ്കൂളിൽ ശിരോവസ്ത്ര വിവാദം ഉടലെടുക്കുന്നത്. എന്തായാലും അതൊരു സമവായത്തിൽ എത്തിയിട്ടുണ്ട്, തീരുമാനമായിട്ടുണ്ട് എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതീക്ഷ അർപ്പിച്ച് നമ്മൾ നിൽക്കുകയാണ്. ഇനി ഇത് ഡെവലപ്പ് ചെയ്ത് മറ്റൊരു സംഘർഷത്തിലേക്ക്, വിവാദത്തിലേക്ക് പോകാതിരിക്കട്ടെ. ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ മത സ്വാതന്ത്ര്യം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ, വിദ്യാഭ്യാസാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം ആസ്വദിക്കാനുള്ള, വിദ്യ നേടാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടാവണം, ഇന്ത്യയിലുണ്ടാവണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാനാണ് അധ്യാപകർ ശ്രമിക്കേണ്ടത്, മാനേജ്മെൻറ്റ് ശ്രമിക്കേണ്ടത്. ഇത്തരം ചെറിയ ഒരു തുണിയുടെ പേരിൽ സാഹചര്യം കലുഷിതമാക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കരുത് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്.